സൺഡേ വ്ളോഗ്സ് പാർട്ട് 2 ആട്ടോ. പിന്നെ കുടുംബണി ഇതൊക്കെ എല്ലാ സാധനങ്ങളും മാന്തിയിട്ടും നുള്ളിയിട്ടൊക്കെ നോക്കേണ്ടിയിരുന്നു. മൂപ്പര് ഇങ്ങനെ ഓടി നടക്കായിരുന്നു എല്ലാവർക്കും ഇടയിൽ. ഫ്രിഡ്ജൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ഓക്സിജൻ നടത്തേണ്ട അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെലിവറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുത്തമ്പള്ളിയുടെ സൈഡിലേക്കാണ് കേട്ടോ. അച്ഛനമ്മ തൃശ്ശൂർ വരുമെങ്കിലും ഇങ്ങനെ കടകളിലേക്കും അല്ലെങ്കിൽ പുത്തമ്പള്ളിയുടെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് വരും പോവും. അത് നമ്മുടെ ഫേമസ് ടോയ് ഷോപ്പിലേക്ക് കയറിയിട്ടും തൃശ്ശൂർ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയണ കാര്യമായിരിക്കും. അങ്ങനെ ഇവിടെയൊക്കെ എത്തി. കുടുംബണി ഇവിടെ അങ്ങനെ അല്ല, ഏതെടുക്കണ്ടേന്ന് അറിയാണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. മറ്റേ CID മൂസത്തെ ബിന്ദു മണിക്കര പോലെ ഓടുണ്ടായിരുന്നു ഇവിടേക്കൊക്കെ. അങ്ങനെ ഇതൊക്കെ അമ്മയച്ഛൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു ടെഡി ബിയറൊക്കെ എടുത്തു. പിന്നെ സൈക്കിളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നു. അങ്ങനെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഇതാണ് തൊട്ട് മനസ്സിലാട്ടോ, അൻപതിന് റിമോട്ടിൻ്റെ ജീപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ പിന്നെ നടക്കുന്നുണ്ടായിരുന്നു സൈക്കിൾ. കുടുംബണിക്ക് കാലം തൊത്തില്ല, ഉന്തി കൊണ്ട് നടക്കാം. പിന്നെ ഫ്രിഡ്ജ്